ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2, 2025 ബുധനാഴ്ച നല്ലൊരു ട്രേഡിംഗ് ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. നമുക്ക് ജസ്റ്റ് ഇന്നലത്തെ ഒരു മാർക്കറ്റിനെ പറ്റി ഒരു അനാലിസിസ് നടത്തുവാണെങ്കിൽ ഓവറോൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ്. നമ്മൾ ഏകദേശം നിഫ്റ്റിയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഏകദേശം ഓപ്പൺ ചെയ്തത് 180 പോയിന്റോളം മൈനസിലാണ് ഇന്നലെ നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അപ്പൊ തന്നെ ഒരു ഷാർപ്പ് റിക്കവറി, ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്കുള്ള ഒരു റിക്കവറി നമ്മൾ കണ്ടതിന് ശേഷം ഒരു 10:30 സഡൻ ഫാൾ ആണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഏകദേശം 353 പോയിന്റോളം, ഏകദേശം നോക്കുവാണെങ്കിൽ 1.5% മൈനസിലാണ്, നെഗറ്റീവിലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. അതേപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുവാണെങ്കിൽ ഏകദേശം 737.35 പോയിന്റ്സ്, അതായത് 1.43% നെഗറ്റീവിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇനിയിപ്പോ നമ്മൾ സെൻസെക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ 1390 പോയിന്റ്, അതായത് 1.80% ആണ് ഇന്നലെ സെൻസെക്സ് ക്ലോസ് ചെയ്തത്. അപ്പം ഓവറോൾ ഇന്നലെ ഒരു മാർക്കറ്റിൽ ഏകദേശം ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിനെ പറ്റി സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ US-ലെ ടോപ്പ് റേറ്റിംഗ് ഏജൻസിയായ ഗോൾഡ്മാൻ സാക്കിന്റെ റിപ്പോർട്ട് പ്രകാരം US-ൽ ഏകദേശം 20% റെസിഷൻ ഉണ്ടാകുമെന്നാണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ ഓരോരോ പ്രഖ്യാപനത്തിന് ശേഷം അവരത് 35%ഓളം റെസിഷൻ ഉണ്ടാകുമെന്നാണ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 15% റെസിഷൻ റേറ്റ് അവർ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇടിവിലേക്ക് പോകാനാണെന്നാണ് ഗോൾഡ്മാൻ സാക്കിന്റെ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഗോൾഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ, കൊമോഡിറ്റി കാറ്റഗറിയിലെ ഗോൾഡിലേക്ക് നോക്കുവാണെങ്കിൽ ഓൾ ടൈം ഹൈയിലാണ് ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗോൾഡിൽ ഒരു ഹൈ വരുമ്പം നമുക്കപ്പം ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് സ്റ്റോക്കിന് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഗോൾഡിൽ ഒരു ഹൈ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റോക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്കായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ നോക്കുവാണെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ US-ലെ ഇന്നലെ പറഞ്ഞിരിക്കുന്ന പോലെ US-ലെ മാനുഫാക്ചറിംഗ് PMI ഡാറ്റ നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്നലെ 7:30 അത് റിലീസ് ആയിട്ടുണ്ട്. ഒരു പ്രീവിയസ് റെക്കോർഡ് പ്രകാരം അത് 50.3 ആയിരുന്നു. പക്ഷെ അത് നിലവിൽ വന്നിട്ടുള്ളത് 49 കുറവ് സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആണുള്ളത്. പക്ഷെ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് അല്ല ഉള്ളത്, ഒരു ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഈ ഒരു മാനുഫാക്ചറിംഗ് PMI ഡാറ്റയിൽ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജോബ് ഓപ്പണിംഗ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു 7:30 ഇന്നലെ, അതും റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത് 7.762 മില്യൺ അതായിരുന്നു അവര് പ്രീവിയസ് ആയിട്ട് ഡാറ്റയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നിലവിലെ റിപ്പോർട്ട് പ്രകാരം അത് 7.68 മില്യൺ ആയിട്ട് കുറവ് സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ജോബ് ഓപ്പണിംഗ്സിലും ഒരു കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഇതിന്റെ എല്ലാം ബേസിൽ മാർക്കറ്റിൽ ഒരു നെഗറ്റിവിറ്റി ആണുള്ളത്. ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി തന്നെയാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് നല്ല രീതിയിലുള്ള ഒരു സെൽ ഓഫ് ആണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ കാണാൻ പറ്റിയത്. നിങ്ങൾ എല്ലാവരും ഇന്ത്യൻ മാർക്കറ്റ് വാച്ച് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള ഒരു ബിയറിഷ്നെസ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം ഇന്നാണ് വരുന്നത്. മാർക്കറ്റിൽ ഇന്നും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ചേഞ്ചസ് മാർക്കറ്റിൽ കാണും. പക്ഷെ ഏകദേശം അതിന്റെ ഒരു 75%ഓളം മാർക്കറ്റിലെ റിയാക്ഷൻസ് നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ട്രേഡിംഗ് ദിവസങ്ങളിലായിട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 2-3 ദിവസമായിട്ട് തന്നെ മാർക്കറ്റിൽ ഹൈ വോളട്ടൈൽ ആയിരുന്നു. അപ്പം ഈ ഒരു പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഇതിന്റെ ന്യൂസുകളെല്ലാം പുറത്തേക്ക് സ്പ്രെഡ് ആയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് ആൻഡ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ആയിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇനി അടുത്തൊരു ഇതിലേക്ക് നോക്കുവാണെങ്കിൽ, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുവാണെങ്കിൽ ADC ഇന്ത്യ കമ്മ്യൂണിക്കേഷൻ അവരുടെ ഒരു പെർ ഷെയറിന് 25 rupees ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ MSTC ലിമിറ്റഡും ഏകദേശം 4.50 പൈസ ഒരു പെർ ഷെയറിന് ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഡിവിഡന്റുകളെല്ലാം 30 മുതൽ 45 ദിവസത്തിനുള്ളിലേക്കായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ ഡിമാറ്റില് നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രൈമറി ബാങ്ക് അക്കൗണ്ടിലേക്ക് 30 മുതൽ 45 ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകുക. അപ്പൊ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്നലത്തെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സിനെയും നോക്കുവാണെങ്കിൽ, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് നമുക്ക് ഇന്നലെ ഒരു ബിയറിഷ് മാർക്കറ്റ് ആണ്. എന്നാൽ പോലും നമ്മൾ ടോപ്പ് ഗെയിനേഴ്സിനെ നോക്കുവാണെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് നോക്കുവാണെങ്കിൽ 5.05% ഹൈയിലേക്കാണ് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ട്രെൻഡ്
ഏകദേശം 4.72% ഹൈയും അതേപോലെ തന്നെ ബജാജ് 1.45% ഹൈയിലേക്കുമാണ് ഇന്നലെ വന്നിട്ടുള്ളത്. ഇന്നലെ നെഗറ്റീവ് ആണെങ്കിലും ചില സ്റ്റോക്കൊക്കെ നല്ല ബുള്ളിഷ്നെസ് ആയിട്ടുണ്ടായിരുന്നു, ബുള്ളിഷ് മൂവ് ആണ് കാണിച്ചത്. അപ്പം നമുക്ക് ഇനി ടോപ്പ് ലൂസേഴ്സിനെ പറ്റി ഇന്നലത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ HCL ടെക്, അതായത് ഏകദേശം 3.97% നെഗറ്റീവിലേക്കും, അതേപോലെ തന്നെ ബജാജ് ഫിൻസർവ് 3.5% നെഗറ്റീവിലേക്കും, അതേപോലെ HDFC ബാങ്ക് 3.3% നെഗറ്റീവിലേക്കുമാണ് പോയിട്ടുള്ളത്. അപ്പം പ്രധാനപ്പെട്ട ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലൂസേഴ്സും ഇവരാണ്. ഇനിയിപ്പോ നമ്മുടെ മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഇന്ത്യ വിക്സ് ഇപ്പൊ നിലവില് ഇന്നലത്തെ റേറ്റ് പ്രകാരം 8.3% സ്പൈക്ക് ചെയ്തിട്ടാണുള്ളത്. ഏകദേശം 13.78 പോയിന്റിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. അതായത് മാർക്കറ്റിൽ നല്ലൊരു വോളറ്റൈൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പൻസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വിക്സ് ഹൈ ആയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ US വിക്സിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് 21.79 ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം 2.3% ഒരു കുറവാണ് ഇന്നലെ US മാർക്കറ്റിൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും ഇന്ത്യ വിക്സ് നമുക്ക് കാണാനും സാധിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ടോട്ടൽ FIAs DIAs ഡാറ്റ, FIAs എന്ന് വെച്ചാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, DIAs എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FIAs ഇന്നലെ ഒരു നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഏകദേശം 5,902 കോടിയുടെ സെൽ ഓഫ് ആണ് FIAs ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ DIAസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഏകദേശം 4,323 കോടിയുടെ ബൈ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓവറോൾ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ നെറ്റ് സെല്ലാണ് ഇന്നലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതായത് 1,579 കോടിയുടെ സെൽ ഓഫ് ആണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചത്. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ബിയറിഷ്നെസ് ആണ് നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ കണ്ടത്. അപ്പം ഇത്രയും പൈസയുടെ ഒരു സെൽ ഓഫ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് നല്ല രീതിയിലുള്ള നെഗറ്റീവിലേക്ക് പോകും. അപ്പം അതാണ് FIAs നല്ല രീതിയിലുള്ള സെൽ ഓഫ് നടത്തിയത് കാരണമാണ് നമ്മളൊരു നെഗറ്റീവ് ട്രെൻഡ് ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം നിഫ്റ്റിയുടെ മേജർ സോണ് നമ്മൾ നോക്കുവാണെങ്കിൽ, സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഇതാണ് മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സോണുകളെ ഇന്ന് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഇതിനെ ട്രെൻഡ് ഫോളോ ചെയ്തിട്ടായിരിക്കും ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും മനസ്സിൽ കരുതേണ്ട കുറെ കാര്യങ്ങൾ. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ മാർക്കറ്റിന്റെ ഓരോ മൂവ്മെന്റുകൾ ഉണ്ടായിരിക്കുക. അപ്പം എല്ലാവർക്കും ഒരു ട്രേഡിംഗ് ശുഭദിനമാണ് ആശംസിക്കുന്നത്. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ട്രേഡിംഗ് ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ് ജോപ്പി മാർക്കോസ്.